ഹായ്, വെൽക്കം ബാക്ക്. പ്രഭാത വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയും റാഗി ദോശയാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു സവാള, തക്കാളി, കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി ഇവയും കൂടി നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ദോശ ഉണ്ടാക്കാം. റാഗി ദോശയാണ് കേട്ടോ. റാഗി വിട്ടിട്ടുള്ളൊരു കളിയുമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. റാഗി നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ പ്രഭാത ഭക്ഷണത്തിൽ കഴിയുന്നതും റാഗി ഉൾപ്പെടുത്താറുണ്ട്. അപ്പം, ദോശ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് റാഗി കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാറ്. അതുപോലെ റാഗി കൊണ്ട് പുട്ട്, ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ലതാണ് റാഗി കഴിക്കുന്നത്. നിങ്ങളും പ്രഭാത ഭക്ഷണത്തിലോ എപ്പോഴെങ്കിലും റാഗിയൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്കൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കൊഴുപ്പ് വളരെ കുറവാണ് റാഗിയിൽ. അതുകൊണ്ട് വേഗത്തിൽ ദഹിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഭക്ഷണമായിട്ട് റാഗി കൊടുക്കുന്നത്. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ കലവറയാണ് കേട്ടോ നമ്മുടെ ചെറുധാന്യം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ റാഗി ആണല്ലോ എന്ന് വിചാരിച്ച് ഒന്നും വിചാരിക്കേണ്ട. നല്ലതാണ്. എല്ലാവരും കഴിയുന്നതും റാഗിയൊക്കെ കഴിക്കാൻ നോക്കാം. നമ്മുടെ ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ. പ്രമേഹ രോഗമുള്ളവർക്കും നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ റാഗി. ചില സ്ഥലത്തൊക്കെ റാഗിക്ക് മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയും. നമ്മൾ റാഗി എന്നാണ് പറയണത്. അതുപോലെ ചൊളാണ്ടി എന്നൊക്കെ പറയും. കഥ പറഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വാർത്താ വായന ഇവിടെ സമാപിക്കുന്നു. അടുത്ത വാർത്തയുമായിട്ട് വീണ്ടും വരാം അല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കട്ടെ, നല്ലതായിരിക്കട്ടെ. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സഹകരിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.